നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂരിൽ വൻ ATM കവർച്ച. 3 ATM സെന്ററുകളിൽ നിന്നായി 65 ലക്ഷം രൂപ കവർന്നു. കവർച്ചാ സംഘത്തെ പോലീസ് പിടികൂടിയത് തമിഴ്നാട് നാമക്കലിൽ കണ്ടെയ്നറിൽ രക്ഷപ്പെടുന്നതിനിടെ. തമിഴ്നാട് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കവർച്ചാ സംഘത്തിലെ ഒരാൾ കൊല്ലപ്പെട്ടു. മോഷണം നടന്നത് വെള്ളിയാഴ്ച പുലർച്ചെ മാപ്രാണം, ഷൊർണൂർ റോഡ്, കോലഴി എന്നിവിടങ്ങളിലെ ATMകളിൽ നിന്ന്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടും പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാക്കി ബ്ലോക്ക് കോൺഗ്രസ്. പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പാലക്കാട് നഗരസഭയിലേക്ക് വാഴപ്പിണ്ടിയുമായി സമരം. നഗരസഭ അമാന്തം തുടർന്നാൽ ബസ് സ്റ്റാൻഡ് തുറന്നുകൊടുക്കാൻ കോൺഗ്രസ് നിർബന്ധിതമാകുമെന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. കോട്ടായി മേഖലയിൽ നെല്ല് സംഭരണത്തിൽ അനിശ്ചിതത്വം. പ്രതിസന്ധിയിലായി കർഷകർ. രണ്ടാം വിള കൊയ്ത്തു തുടങ്ങി മാസങ്ങൾ പിന്നിട്ടിട്ടും സംഭരണ തുക കിട്ടാതെ വലഞ്ഞ കർഷകർ. വിള നശിച്ച കർഷകർക്ക് പരിരക്ഷാ തുക നൽകാൻ സർക്കാർ താൽപര്യം കാണിക്കുന്നില്ലെന്ന് കർഷകർ. തൃശൂർ കയ്പമംഗലത്ത് ഇറിഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ പിടികൂടിയ 9 പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതികൾ പിടിയിലായത് CCTV ദൃശ്യങ്ങളും മൊബൈൽ ലൊക്കേഷനുകളും കേന്ദ്രീകരിച്ച് പഴുതടച്ച് നടത്തിയ പോലീസ് അന്വേഷണത്തിൽ. കോയമ്പത്തൂർ സ്വദേശിയായ അരുണിന്റെ മൃതദേഹം കൊല്ലപ്പെട്ട നിലയിൽ ആംബുലൻസിൽ നിന്നും കണ്ടെത്തിയത് ഈ മാസം 23-ന്. പാലക്കാട് കല്ലേക്കാടുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുണ്ടായിരുന്ന യുവാവ് മരിച്ചു. കല്ലേക്കാട് സ്വദേശി 23 വയസ്സുള്ള അൽ റാഷിദാണ് മരിച്ചത്. ഗുരുവായൂർ കുന്നംകുളം റോഡ് കോട്ടപ്പടിയിൽ ബൈക്കിടിച്ച് കാൽനടയാത്രക്കാരിക്ക് പരിക്ക്. ഗുരുവായൂർ ഇരിങ്ങപ്പുറം നെല്ലിക്കുന്നത്ത് വീട്ടിൽ 28 വയസ്സുള്ള കൃഷ്ണേന്ദുവിനാണ് പരിക്കേറ്റത്. തൃശൂർ വടക്കാഞ്ചേരിയിൽ ടോറസ് ലോറി നിയന്ത്രണം വിട്ട് വൈദ്യുത തൂണിലിടിച്ച് മറിഞ്ഞു. വൈദ്യുതി തൂൺ തകർന്ന് മേഖലയിലെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. മുള്ളൂർക്കര റെയിൽവേ ഗേറ്റിൽ നിയന്ത്രണം വിട്ട ടോറസ് ലോറി ഇടിച്ച് അപകടം. ഗതാഗതം തടസ്സപ്പെട്ടു. മാലിന്യനിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ കേരളം ഇപ്പോഴും പിറകിലാണെന്ന് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ്. നാടിന്റെയും സംസ്കാരത്തിന്റെയും രക്തധമനിയായി പുഴയെ കാണാനുള്ള തിരിച്ചറിവ് ഉണ്ടാകണം. പുഴയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ എത്രമാത്രം മുന്നോട്ടു പോകാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഓരോരുത്തരും ചിന്തിക്കണമെന്നും റഫീഖ് അഹമ്മദ്. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ സ്വച്ഛതാ ഹി സേവാ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി മനുഷ്യച്ചങ്ങലയും ബോധവൽക്കരണ പരിപാടിയും. നഗരസഭയുടെ ശുചീകരണ യജ്ഞ പരിപാടി തുടരുന്നു. സ്വച്ഛതാ ഹി സേവ പദ്ധതിയുടെ ഭാഗമായി വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സജ്ജമായി ഷൊർണൂർ നഗരസഭ. നഗരസഭാ പരിധിയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ശനിയാഴ്ച തുടക്കമാകും. പൊതുശ്മശാനം വേണമെന്ന പട്ടാമ്പിക്കാരുടെ ചിരകാല അഭിലാഷം യാഥാർത്ഥ്യമാകുന്നു. നിലവിലെ പൊതുശ്മശാനത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ ജില്ലാ കളക്ടറുടെ അനുമതി ലഭിച്ചതായി നഗരസഭാ അധികൃതർ. നവീകരണം പൂർത്തിയാക്കുന്നത് നഗരസഭാ ഫണ്ട്, MP, MLA ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി. ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് നമ്പ്രം പ്രദേശത്തെ പൊതുശ്മശാനം പ്രവർത്തനമാകാതെ കിടന്നത് വർഷങ്ങളോളം. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രത്തിനായുള്ള കാത്തിരിപ്പ് നീളുന്നു. ഡയാലിസിസ് കേന്ദ്രം ഉടൻ ആരംഭിക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനം വാഗ്ദാനം മാത്രമായി. ഡയാലിസിസ് കേന്ദ്രം വൈകുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് പട്ടാമ്പി നഗരസഭ ഭരണസമിതി. കേരളത്തിന്റെ പുരോഗമന മതനിരപേക്ഷ നിലപാടുകളെ തകർക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ റെയിലിന് തുരങ്കം വയ്ക്കാനായി ആരംഭിച്ച വന്ദേ ഭാരതിന്റെ അവസ്ഥ എന്തായെന്ന് ഇടതുവിരുദ്ധർ പറയണമെന്നും V. വസീഫ്. റെയിൽവേ അവഗണന ആരോപിച്ച് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് DYFI മാർച്ച്. വാർത്തകൾ വിശദമായി. തൃശൂരിൽ ATM കവർച്ച നടത്തിയ സംഘം തമിഴ്നാട്ടിൽ വെച്ച് പിടിയിലായി. കണ്ടെയ്നർ ലോറിയിൽ രക്ഷപ്പെടുന്നതിനിടെ നാമക്കലിന് സമീപമാണ് 6 അംഗ സംഘം തമിഴ്നാട് പോലീസിന്റെ പിടിയിലായത്. പ്രതികളെ പിടികൂടുന്നതിനിടെയുണ്ടായ ഏറ്റുമുട്ടലിൽ പ്രതികളിൽ ഒരാൾ പോലീസിന്റെ വെടിയേറ്റ് മരിച്ചു. ഒരു പോലീസുകാരനും പരിക്കേറ്റു. മോഷണത്തിനായി ഉപയോഗിച്ച കാറും മോഷ്ടിച്ച 65 ലക്ഷം രൂപയും കണ്ടെയ്നർ ലോറിക്കുള്ളിൽ നിന്നും കണ്ടെത്തി. SK ലോജിസ്റ്റിക്സിന്റേതാണ് കണ്ടെയ്നർ. ലോറി മറ്റൊരു വാഹനത്തിൽ ഇടിച്ചതാണ് പ്രതികളെ കുടുക്കിയത്. അപകടശേഷം ലോറി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. പിന്നീട് തമിഴ്നാട് പോലീസ് കണ്ടെയ്നർ വളഞ്ഞിട്ട് പ്രതികളെ പിടികൂടുകയായിരുന്നു. അതിനിടെയാണ് വെടിവെപ്പുണ്ടായതെന്നാണ് തമിഴ്നാട് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന കവർച്ചയിൽ തൃശൂരിലെ 3 ATMകളിൽ നിന്ന് 65 ലക്ഷം രൂപയോളമാണ് നഷ്ടമായത്. ഷൊർണൂർ റോഡ്, മാപ്രാണം, കോലഴി എന്നിവിടങ്ങളിലെ ATMകളിൽ നിന്നാണ് പണം മോഷ്ടിച്ചത്. 25 കിലോമീറ്റർ ചുറ്റളവിൽ 2 മണിക്കൂറിനുള്ളിലാണ് 3 ATMകളും തകർത്ത് പണം കവർന്നത്. ATMകൾക്ക് മുൻപിലെ CCTV ക്യാമറകൾക്കുമേൽ കറുപ്പ് നിറത്തിലുള്ള പെയിന്റ് അടിക്കുകയും സെക്യൂരിറ്റി അലാറം അടക്കം നശിപ്പിക്കുകയും ചെയ്തിട്ടാണ് മോഷണം നടത്തിയത്. വെളുത്ത നിറത്തിലുള്ള ക്രൈറ്റ കാറിൽ മുഖംമൂടി ധരിച്ചെത്തിയ 6 അംഗ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് ATMൽ നിന്ന് പണം കവർന്നത്. പിടിയിലായ പ്രതികളെ തമിഴ്നാട്ടിലെ നിയമ നടപടികൾ പൂർത്തിയാക്കി തൃശൂരിലെത്തിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ ബസ് യാർഡുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടും ബസ് സ്റ്റാൻഡ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പാലക്കാട് നഗരസഭയിലേക്ക് വാഴപ്പിണ്ടി സമരം നടത്തി. പ്രതിഷേധ സമരം DCC പ്രസിഡന്റ് A. തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. ടൗൺ ഹാൾ അനക്സ്, സുൽത്താൻപേട്ട, സ്റ്റേഡിയം, ഒലോക്കോട് ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഉൾപ്പെടെയുള്ള നഗരസഭയുടെ നിർമ്മാണ പ്രവൃത്തികൾ പാതി വഴിക്കാണ്. സ്വന്തം സാമ്പത്തിക നേട്ടം മാത്രം ലക്ഷ്യം വെച്ചാണ് നഗരസഭയിൽ ഭരണം നടത്തുന്നത്. പാലക്കാട് MPയും MLAയും കൊണ്ടുവന്നതല്ലാതെ ഒരു നേട്ടവും പാലക്കാട് നഗരസഭയ്ക്ക് അവകാശപ്പെടാനില്ലെന്നും നഗരസഭ അമാന്തം തുടർന്നാൽ ബസ് സ്റ്റാൻഡ് തുറന്നുകൊടുക്കാൻ കോൺഗ്രസ് നിർബന്ധിതമാവുമെന്നും A. തങ്കപ്പൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നിർമ്മിച്ചത് അബദ്ധമായിട്ടാണ് മുനിസിപ്പാലിറ്റിക്കാർ, കാരണം ഇവരൊട്ടും ചെയ്യൂല, ചെയ്തതിനെ തുറന്നു കൊടുക്കൂല. അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ MP ആയതുകൊണ്ട് ഇവർക്കുള്ള അസ്വസ്ഥതയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് MP നിർമ്മിച്ചിട്ടുള്ള ആ ബസ് സ്റ്റാൻഡ് നിങ്ങൾ തുറന്നു കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ പ്രതീകാത്മകമായി ഞങ്ങൾ തന്നെ തുറന്നു കൊടുക്കും, പേടിക്കൊന്നും വേണ്ട, അത് ചെയ്യേണ്ടി വരും. ഇതൊരു ചെറിയ സൂചനാ സമരമാണ്, ഒരു പ്രതീകമായിട്ടുള്ള സമരമാണ്. ഇനി ഈ സമയം നടന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ടും അതോടൊപ്പം തന്നെ ഇതുപോലെ ജനങ്ങളെ സംഘടിപ്പിച്ചുള്ള പോരാട്ടത്തിലേക്ക് ഞാൻ മുന്നോട്ട് പോകും. VK ശ്രീകണ്ഠൻ MPയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2,16,00,000 ചിലവഴിച്ച് ബസ് യാർഡുകൾ നിർമ്മിച്ചെങ്കിലും സ്റ്റാൻഡ് പൊതുജനത്തിന് തുറന്നുകൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബ്ലോക്ക് കോൺഗ്രസ് നഗരസഭയിലേക്ക് വാഴപ്പിണ്ടി സമരം നടത്തിയത്. വാഴപ്പിണ്ടിയുമായി നഗരസഭയിലേക്ക് സമരം ചെയ്ത ബ്ലോക്ക് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് നഗരസഭയ്ക്കകത്ത് പ്രവേശിച്ചു. പ്രതിഷേധ സമരത്തിൽ മണ്ഡലം പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷനായി. INTUC സംസ്ഥാന കമ്മിറ്റി അംഗം ചിങ്ങന്നൂർ മനോജ്, ബ്ലോക്ക് സെക്രട്ടറി ഹരിദാസ് മച്ചിങ്ങൽ, വൈസ് പ്രസിഡന്റ് മോഹനൻ, കൗൺസിലർമാരായ A. കൃഷ്ണൻ, മിനി, അനുപമ, ബൈജു, സിന്ധു രാധാകൃഷ്ണൻ, സലീം, മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായി മേഖലയിൽ രണ്ടാം വിള കൊയ്ത്ത് തുടങ്ങി മാസങ്ങൾ പിന്നിട്ടിട്ടും നെല്ല് സംഭരണത്തിലെ അനിശ്ചിതത്വം നീങ്ങിയില്ല. കൃഷിനാശവും വിളവ് കുറവും സംഭരണ വില സമയബന്ധിതമായി നൽകാത്തതും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. രണ്ടാം വിള കൊയ്ത്തു തുടങ്ങി മാസങ്ങൾ കഴിഞ്ഞിട്ടും നെല്ല് സംഭരണത്തിന്റെ കൃത്യത ഉറപ്പുവരുത്താനാകാതെ കർഷകർ അനിശ്ചിതത്വത്തിലാണ്. കൃഷിനാശവും വിളവ് കുറവും സംഭരണ വില സമയബന്ധിതമായി നൽകാത്തതും കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്ന തുക പോലും സംസ്ഥാന സർക്കാർ നൽകുന്നില്ലെന്ന് മാത്രമല്ല, കേന്ദ്രം വർദ്ധിപ്പിക്കുന്നതിന്റെ ആനുപാതികമായി സംസ്ഥാന സർക്കാർ വെട്ടിക്കുറയ്ക്കുകയാണെന്നും കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് G. ശിവരാജൻ, ജില്ലാ സെക്രട്ടറി PV പങ്കജാശൻ തുടങ്ങിയവർ പറഞ്ഞു. ഒന്നാം വിള നെൽകൃഷി വളരെ മോശമായ ഒരു അവസ്ഥയാണ്. അത്യാവശ്യം കൊയ്ത ആളുകളൊക്കെ പറയുന്നത് ആ കൊയ്തിൽ ഓലകരിച്ചിലും അതുപോലെ തന്നെ മറ്റ് കീടങ്ങളുടെ ആക്രമണം കൊണ്ട് വിളവ് വളരെ കുറവാണ് എന്നാണ് കൊയ്ത കർഷകരുടെ അഭിപ്രായം. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് വലിയ ആശങ്കയിൽ നിൽക്കുകയാണ്. കൃഷി പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കേണ്ട ഒരു സ്ഥിതിയാണുള്ളത്. അത്യാവശ്യം ഇത് സമയബന്ധിതമായിട്ട് സംഭരണം നടക്കുകയാണെങ്കിൽ കുറേയേറെ ആശ്വാസം ഉണ്ടാവും എന്നാണ് കഴിഞ്ഞ കാലഘട്ടത്തിലെ പ്രതീക്ഷ. ഇപ്പോഴാണെങ്കിൽ ആ പ്രതിസന്ധി വളരെ രൂക്ഷമാക്കാൻ സമയത്തിന് പൈസയില്ല, സമരത്തിന് സംഭരിക്കുന്നില്ല, സംഭരണ വില പ്രഖ്യാപിക്കുന്നില്ല എന്ന് വേണ്ട 100 കൂട്ടം സർക്കാർ ഈ കാര്യത്തിൽ തീരെ അലംഭാവം കാണിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇവരെ സംരക്ഷിക്കാൻ ഒരു പദ്ധതികളും ഇല്ല എന്ന് മാത്രമല്ല, ഉള്ള പദ്ധതികൾ തന്നെ അത് വേണ്ട സമയത്ത് സമയബന്ധിതമായിട്ട് ചെയ്യാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. നെല്ല് നൽകിയതിന്റെ സംഭരണ വില ഇനിയും കർഷകർക്ക് ലഭിച്ചിട്ടില്ല. മിക്കയിടങ്ങളിലും രണ്ടാം വിള കൊയ്തെടുക്കാൻ സാധിക്കാതെ കർഷകർ ഉപേക്ഷിക്കുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ കർഷകരെ സഹായിക്കാൻ സർക്കാർ കൂട്ടുനിൽക്കേണ്ടതിന് പകരം ദ്രോഹിക്കുകയാണെന്നും വിള ഇൻഷുറൻസിന്റെ പ്രീമിയം യഥാസമയം കർഷകരിൽ നിന്നും കൈപ്പറ്റുന്ന കൃഷിവകുപ്പ് വിള നശിച്ച കർഷകർക്ക് ഇൻഷുറൻസ് തുക കൊടുക്കാൻ താൽപര്യം കാണിക്കുന്നില്ലെന്നും ശിവരാജൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂർ കയ്പമംഗലത്ത് ഇറിഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ പിടികൂടിയ 9 പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. ഇക്കഴിഞ്ഞ 23-ന് രാത്രി 11 മണിയോടെയാണ് കോയമ്പത്തൂർ സ്വദേശി ചാൾസ് ബെഞ്ചമിൻ എന്ന അരുണിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി ആംബുലൻസിൽ ഉപേക്ഷിച്ചത്. കണ്ണൂർ അഴീക്കോട് സ്വദേശികളായ മുഹമ്മദ് സാദിഖ്, ഫായിസ്, മുജീബ്, തലശ്ശേരി സ്വദേശി സലീം, തൃശൂർ അരണാട്ടുകര സ്വദേശി ദിലീപ് ചന്ദ്രൻ, ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂർ ധനേഷ്, എറണാകുളം ഉദയംപേരൂർ സ്വദേശി സുരേഷ്, ഏറിയാട് അഴീക്കോട് സ്വദേശി ശിഹാബ്, ശ്രീനാരായണപുരം വേക്കോട് സ്വദേശി അഭയ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇറീഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് അരുണിനെ വിളിച്ചുവരുത്തി കൊലപ്പെടുത്തിയത്. കോടികൾ വിലമതിക്കുന്ന റേഡിയോ ആക്റ്റീവ് കപ്പാസിറ്റിയുള്ള ലോഹമായ റൈസ് പുള്ളർ അഥവാ ഇറിഡിയം സത്യമംഗലം കാടുകളിൽ ആദിവാസികളുടെ കൈവശമുണ്ടെന്ന് കണ്ണൂർ സ്വദേശി സാദിഖിനെ കൊല്ലപ്പെട്ട അരുൺ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അത് ആദിവാസികളിൽ നിന്നും വാങ്ങി വിൽപ്പന നടത്തിയാൽ 200 കോടി രൂപ ലാഭവിഹിതം നൽകാമെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചു. ഇറിഡിയം വാങ്ങുന്നതിനും മറ്റുമുള്ള ചെലവിലേക്കായി സാദിഖിൽ നിന്നും 65 ലക്ഷം രൂപ അരുണും കൊല്ലം ചവറ സ്വദേശി ശശാങ്കനും ചേർന്ന് മാസങ്ങൾക്ക് മുൻപ് വാങ്ങിയിരുന്നു. ഇറിഡിയം ലഭിക്കാതായതോടെ ഇരുവരും തട്ടിപ്പ് നടത്തിയതായി തിരിച്ചറിഞ്ഞതോടെ സാദിഖും കൂട്ടരും 22-ന് രാത്രി തൃശൂരിലെത്തി. തുടർന്ന് ദിലീപ് ചന്ദ്രനുമായി ഗൂഢാലോചന നടത്തി.
23-ന് രാവിലെ പുതുക്കാട് ടോൾ പ്ലാസ പരിസരത്തേക്ക് അരുണിനെയും ശശാങ്കനെയും വിളിച്ചു വരുത്തി. ശേഷം കാറിൽ തട്ടിക്കൊണ്ടുപോയി കല്ലൂർ ഭാഗത്ത് റബ്ബർ തോട്ടത്തിൽ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ കൊണ്ടുപോയി മർദ്ദിച്ചു. അവിടെ നിന്നും വട്ടനാത്രയിലെ എസ്റ്റേറ്റിലും വൈകിട്ടോടെ പ്രതികളിൽ ഒരാളായ ധനേഷിന്റെ വീട്ടിലെത്തിച്ചും വീണ്ടും മർദ്ദിച്ചു. ക്രൂരമർദ്ദനമേറ്റ അരുൺ ഇവിടെ വെച്ച് മരണപ്പെടുകയായിരുന്നു. തുടർന്ന് പ്രതികൾ ചേർന്ന് അരുണിന്റെ മൃതദേഹം കയ്പമംഗലം വഞ്ചിപ്പുര ഭാഗത്തേക്ക് കാറിൽ കൊണ്ടുപോയി. ഇതിനിടെ മർദ്ദനമേറ്റ് ശശാങ്കൻ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഒടുവിൽ കയ്പമംഗലം ഫിഷറി സ്കൂളിനടുത്ത് വെച്ച് ആംബുലൻസ് വിളിച്ചു വരുത്തി അരുണിന് ആക്സിഡന്റിൽ പരിക്കുപറ്റിയെന്നും ആശുപത്രിയിൽ എത്തിക്കണമെന്നും തങ്ങൾ പുറകെ വരാമെന്നും ആംബുലൻസ് ഡ്രൈവറെ പറഞ്ഞു വിശ്വസിപ്പിച്ച പ്രതികൾ അരുണിനെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കയറ്റിവിട്ട ശേഷം മുങ്ങുകയായിരുന്നു. CCTV ദൃശ്യങ്ങളും മൊബൈൽ ലൊക്കേഷനുകളും കേന്ദ്രീകരിച്ച് പഴുതടച്ചു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാതയിൽ കല്ലേക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം നടന്ന അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവും മരിച്ചു. കല്ലേക്കാട് സ്വദേശി 23 വയസ്സുള്ള അൽ റാഷിദ് ആണ് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് 22 വയസ്സുള്ള ഷാമിൽ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. സെപ്റ്റംബർ 24-നാണ് അപകടം നടന്നത്. തൃശൂർ വടക്കാഞ്ചേരിയിൽ ടോറസ് ലോറി നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലിടിച്ച് മറിഞ്ഞു. വാഹനത്തിന്റെ മുൻവശത്തെ ടയർ പൊട്ടിയതിനെ തുടർന്നാണ് ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 കരുതക്കാട് FCI ഗോഡൌൺ പരിസരത്തായിരുന്നു അപകടം. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും കരിങ്കല്ല് കയറ്റി തൃശൂർ ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന ടോറസ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ടയർ പൊട്ടിയ വാഹനം നിയന്ത്രണം വിട്ട് പാഞ്ഞുവരുന്നത് കണ്ട ആക്രിക്കട ജീവനക്കാർ കടയിലേക്ക് ഓടിക്കയറിയതിനാൽ ദുരന്തമൊഴിവായി. ആക്രിക്കടയുടെ മുന്നിലുള്ള വൈദ്യുതി തൂണിലാണ് വാഹനം ഇടിച്ചു നിന്നത്. ഡ്രൈവറുടെ മനോധൈര്യമാണ് വലിയ അപകടം ഒഴിവാക്കിയതെന്ന് കണ്ടുനിന്നവർ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി തൂൺ തകർന്ന് മേഖലയിലെ വൈദ്യുതി വിതരണം താറുമാറായി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഗുരുവായൂർ കുന്നംകുളം റോഡിൽ കോട്ടപ്പടി ശവക്കോട്ട സ്റ്റോപ്പിൽ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരിയായ യുവതിക്ക് പരിക്ക്. ഇടിച്ച ബൈക്ക് നിർത്താതെ പോയി. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഗുരുവായൂർ ഇരിങ്ങപ്പുറം നെല്ലിക്കുന്നത്ത് കേശവന്റെ മകൾ 28 വയസ്സുള്ള കൃഷ്ണേന്ദുവിനാണ് പരിക്കേറ്റത്. ഇന്നലെ രാവിലെയായിരുന്നു അപകടം. റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന കൃഷ്ണേന്ദുവിനെ അമിത വേഗതയിൽ പുറകിലെത്തിയ ബൈക്ക് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. പരിക്കേറ്റ യുവതിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നിർത്താതെ പോയ ബൈക്ക് കണ്ടെത്താനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പൊതുശ്മശാനം വേണമെന്ന പട്ടാമ്പിയുടെ ചിരകാലാഭിലാഷം സാക്ഷാത്കാരമാകുന്നു. നിലവിലെ പൊതുശ്മശാനത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നതിനാവശ്യമായി ജില്ലാ കളക്ടറുടെ അനുമതി ലഭിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അറിയിച്ചു. നഗരസഭാ ഫണ്ട്, MP, MLA ഫണ്ടുകൾ ഉപയോഗിച്ചാണ് നവീകരണം നടപ്പാക്കുക. പട്ടാമ്പിയുടെ ചിരകാല അഭിലാഷം സാക്ഷാത്കരിക്കുന്നു. പട്ടാമ്പിയിലെ ജനങ്ങൾ പതിറ്റാണ്ടുകളായി ആവശ്യമുന്നയിച്ചിരുന്ന പൊതുശ്മശാനം യാഥാർത്ഥ്യമാവുകയാണിപ്പോൾ. ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ശ്മശാനം വർഷങ്ങളോളം പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പൊതുശ്മശാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിനാവശ്യമായ ജില്ലാ കളക്ടറുടെ അനുമതി ലഭിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പറഞ്ഞു. പട്ടാമ്പിക്കാരുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു ആവശ്യത്തിനുള്ള അംഗീകാരം ജില്ലാ കളക്ടർ നൽകിയിരിക്കുകയാണ്. പട്ടാമ്പി ശ്മശാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ പണി നടത്തുന്നതിനുള്ള ലൈസൻസാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. നിരവധി വർഷങ്ങളായി നമുക്ക് നമ്മുടെ ഒരു പ്രത്യേക സമുദായക്കാർക്ക് അടക്കം ചെയ്യുന്നതിനുള്ള യാതൊരു സംവിധാനവും പട്ടാമ്പി നഗരസഭയിൽ ഇല്ലായിരുന്നു. അതിന് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ നമ്മൾ തുടങ്ങുകയായി. ഈ ഭരണസമിതി നിലവിൽ വരുമ്പോൾ നമ്മൾ ഉയർത്തിപ്പിടിച്ച ഏറ്റവും വലിയൊരു പ്രധാന കാര്യമായിരുന്നു ശ്മശാനം എന്നുള്ളത്. അതിനുകൂടി ഒരു അംഗീകാരം കൂടി നമുക്ക് നേടാൻ സാധിക്കുകയാണ്. ഇതിനാവശ്യമായ ഫണ്ട് പട്ടാമ്പി നഗരസഭയും കൂടാതെ പട്ടാമ്പി MLAയും VK ശ്രീകണ്ഠൻ MPയും അനുവദിച്ചിട്ടുണ്ട്. അത്യാധുനിക രീതിയിലുള്ള ശ്മശാനമാണ് പട്ടാമ്പി നഗരസഭ ജനങ്ങൾക്കായി ഒരുക്കുക. കാലതാമസം കൂടാതെ ശ്മശാനത്തിന്റെ പണി പൂർത്തീകരിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. നിർമ്മാണം കഴിഞ്ഞ മാസങ്ങളായിട്ടും പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രം തുറക്കാത്തതിൽ നഗരസഭയ്ക്ക് അതൃപ്തി. യന്ത്രങ്ങൾ ലഭ്യമാക്കി 2023 ഡിസംബറിൽ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തന സജ്ജമാകുമെന്ന ആരോഗ്യമന്ത്രിയുടെ വാക്കും പാഴ്വാക്കായി. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് കാലതാമസം വരികയാണെങ്കിൽ മറ്റു വഴികൾ തേടണമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ പറഞ്ഞു. പട്ടാമ്പി നഗരസഭയുടെ കീഴിലുള്ള സർക്കാർ താലൂക്ക് ആശുപത്രിയിലാണ് ഡയാലിസിസ് സെന്റർ പദ്ധതിക്ക് തുടക്കമിട്ടത്. മുഹമ്മദ് മുഹസിൻ MLAയുടെ ഫണ്ടിൽ നിന്ന് 99 ലക്ഷം രൂപ ചിലവഴിച്ച് ആദ്യ മാസങ്ങളിൽ നിർമ്മാണം പൂർത്തിയായ ഡയാലിസിസ് സെന്റർ പിന്നെ തുറന്നിട്ടില്ല.
അന്നു മുതൽ നിരവധി രോഗികളും അവരുടെ കുടുംബങ്ങളും കാത്തിരിപ്പ് തുടങ്ങിയതാണ്. 2023 ഡിസംബറിൽ പട്ടാമ്പിയിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് ഡയാലിസിസ് സെന്റർ ആരംഭിക്കുമെന്നാണ്. എന്നാൽ ആ വാക്ക് വാഗ്ദാനങ്ങളുടെ പട്ടികയിലേക്ക് പിന്തള്ളപ്പെട്ടു. ജനറേറ്റർ, എയർ കണ്ടീഷൻ അടക്കമുള്ള എല്ലാം സജ്ജമായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ ഒരു ഡയാലിസിസ് പോലും നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഡയാലിസിസ് ചെയ്യുവാനുള്ള യന്ത്രങ്ങൾ എത്താത്തതാണ് തടസ്സം. ആദ്യം 10 ഡയാലിസിസ് മെഷീനുകൾ പിന്നീട് 8 ചുരുക്കുകയും ഇതിനായി 52,08,000 രൂപ അനുവദിക്കുകയും ചെയ്തു. പക്ഷേ ആരോഗ്യവകുപ്പിന്റെയും കരാർ കമ്പനിയുടെയും ഭാഗത്തു നിന്നുള്ള അനാസ്ഥ മൂലം ഇതുവരെ മെഷീനുകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് കാലതാമസം വരികയാണെങ്കിൽ ത്രിതല തദ്ദേശ സ്ഥാപനങ്ങൾ, സ്വകാര്യ മേഖല, സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ സഹകരണത്തോടെ മെഷീനുകൾ ലഭ്യമാക്കാനുള്ള ഇടപെടൽ നടത്തി പാവപ്പെട്ട രോഗികൾക്ക് എത്രയും പെട്ടെന്ന് ഡയാലിസിസ് സൗകര്യം ഒരുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. കെട്ടിട പണി പൂർത്തീകരിച്ചിട്ടും വളരെ ചെറിയൊരു സംഖ്യക്ക് വേണ്ടി അവരെ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും പ്രയാസമായ ഒരു കാര്യമാണ്. കാരണം സാധാരണക്കാരായ ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ആ ഉത്തരവാദിത്തം സമയബന്ധിതമായി നിർവഹിക്കണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ ഈ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഭാഗത്തുനിന്ന് അത് ഇനിയും കാലതാമസം ഉണ്ടെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളടക്കം ഇതിൻ്റെ മിഷനറി തരാൻ സന്നദ്ധരായിട്ടുണ്ട്. അതല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുണ്ട്. ഈ നിയോജകമണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഉള്ള വൃക്കരോഗികൾക്ക് ആവശ്യമായതാണ് ഈ ഡയാലിസിസ് യൂണിറ്റ് എന്ന് പറയുന്നത്. മെഷീനുകൾ എത്തിയാലും ആവശ്യത്തിന് ജീവനക്കാരെയും ഡോക്ടർമാരെയും നിയമിച്ചാലേ കേന്ദ്രം പ്രവർത്തന സജ്ജമാകുകയുള്ളൂ. നിലവിൽ സമീപത്ത് സൗജന്യ ഡയാലിസിസ് നടക്കുന്ന ചാലിശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും രോഗികളുടെ കാത്തിരിപ്പാണ്. പട്ടാമ്പിയിലെ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കുകയാണെങ്കിൽ നിരവധി രോഗികൾക്ക് വലിയൊരു ആശ്വാസമാകും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പരിസര ശുചിത്വത്തിന്റെ ആവശ്യകത വിളിച്ചോതി പാലക്കാട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ശുചിത്വ മാരത്തൺ സംഘടിപ്പിച്ചു. മാരത്തൺ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. താരേക്കാട് മുതൽ നഗരസഭ വരെയായിരുന്നു ശുചിത്വ മാരത്തൺ സംഘടിപ്പിച്ചത്. പരിസര ശുചിത്വ സന്ദേശം വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് നൽകി. പരിസര ശുചിത്വത്തിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും മാരത്തൺ നൽകി. നഗരപരിധിയിലെ വിദ്യാർത്ഥികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ എന്നിവർ മാരത്തണിൽ പങ്കാളിയായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്മിതേഷ്, കൗൺസിലർമാരായ മിനി ബാബു, അനുപമ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്വച്ഛതാ ഹി സേവ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി പട്ടാമ്പി നഗരസഭ മനുഷ്യച്ചങ്ങലയും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. മാലിന്യനിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ കേരളം ഇപ്പോഴും പിറകിലാണെന്നും ഇതിനൊരു മാറ്റം അനിവാര്യമാണെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പറഞ്ഞു. ജനപ്രതിനിധികൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ മനുഷ്യച്ചങ്ങലയിൽ പങ്കാളികളായി. ഏറ്റവും പ്രധാനമായ ഒരു കാര്യം പുഴ സംരക്ഷിക്കുക എന്നതാണ്. ഇത് സംബന്ധിച്ച് എത്രമാത്രം മുന്നോട്ടു പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഓരോരുത്തരും ചിന്തിക്കണമെന്നും റഫീഖ് അഹമ്മദ് പറഞ്ഞു. നാടിൻ്റെയും സംസ്കാരത്തിൻ്റെയും രക്തധമനിയായി പുഴയെ കാണാനുള്ള തിരിച്ചറിവ് ഉണ്ടാകണം. പല കാര്യങ്ങളിലും കേരളം മുന്നിലാണ്. എന്നാൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ കേരളം ഇപ്പോഴും പുറകിലാണെന്നും ഈ രീതിക്ക് ഒരു മാറ്റം ഉണ്ടാകണമെന്നും തുറന്ന് സംസാരിക്കവേ റഫീഖ് അഹമ്മദ് പറഞ്ഞു. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പല കാര്യങ്ങളിലും കേരളം വളരെയേറെ മുന്നിലാണ്. ചില കാര്യങ്ങൾ ലോക നിലവാരത്തിലാണ്. ഇപ്പോൾ ആരോഗ്യത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ശിശുമരണ നിരക്ക് അങ്ങനെയുള്ള പല കാര്യങ്ങൾ നോക്കുമ്പോൾ ലോക നിലവാരത്തിലാണ്. പക്ഷെ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അപ്പോൾ അതായത് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചാൽ പണക്കാരനും സുന്ദരനായിട്ടൊരു മനുഷ്യൻ കുളിക്കാതെ നടന്നാൽ എങ്ങനെ ഉണ്ടാവും? കുളിക്കുന്നില്ല, പല്ല് തേക്കുന്നില്ല, നല്ല വേഷം കെട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേരളത്തിലുള്ളത്. കാരണം മറ്റു പല കാര്യങ്ങളിലും കേരളം മുന്നിൽ നിൽക്കുമ്പോഴും നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ പിന്നിലാണ്. അത് നമ്മൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാനവിക നാഗരികത പിച്ചവച്ചു വന്നത് നദീതീരങ്ങളിൽ നിന്നാണ്. എന്നാൽ നദിയെ മാലിന്യം കൊണ്ടിടുന്ന വേസ്റ്റ് ബിന്ന് ആക്കി മാറ്റുന്ന കാഴ്ചയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയല്ല നമുക്ക് വേണ്ടതെന്നും റഫീഖ് അഹമ്മദ് കൂട്ടിച്ചേർത്തു. നിളനദിയാൽ സമ്പന്നമാക്കപ്പെട്ട പ്രദേശം കൂടിയാണ് പട്ടാമ്പി. ശിശുമരണ നിരക്കിലും വിദ്യാഭ്യാസത്തിലും ആരോഗ്യരംഗത്തും വ്യവസായ സൗഹൃദ മേഖലയിലും ലോകോത്തര നിലവാരം പുലർത്തുന്നതാണ് കേരളം. എന്നാൽ മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ നഗരസഭാ സെക്രട്ടറി ബസ്സി സെബാസ്റ്റ്യൻ പ്രതിജ്ഞ ചൊല്ലി. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ ടി പി ഷാജി, പി വിജയകുമാർ, എൻ രാജൻ, പി കെ കവിത, കെ ദീപ, മഹേഷ് സേതലവി, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി റുക്കിയ, ക്ലീൻ സിറ്റി കോർഡിനേറ്റർ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു.
തുടർന്ന് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചിരുന്നു. വൃത്തിഹീനമായ പ്രദേശങ്ങളിൽ രോഗാണുക്കൾ പെറ്റുപെരുകും. അതിനാൽ ശുചിത്വം ശീലമാക്കുക. അതിനുശേഷം നടന്ന മനുഷ്യചങ്ങലയിൽ ജനപ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയ നിരവധി പേർ കണ്ണിചേർന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ നഗരസഭയിൽ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി നഗരസഭാതല നിർവഹണ സമിതി രൂപീകരണ യോഗം ചേർന്നു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് യോഗം ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാ ഹി സേവ പദ്ധതിയുടെ ഭാഗമായി വരും ദിവസങ്ങളിൽ ഷൊർണൂർ നഗരസഭാ പരിധിയിലെ വിവിധ പ്രദേശങ്ങളിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ യോഗത്തിൽ തീരുമാനം. വ്യാപാര സ്ഥാപനങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും സർക്കാർ സ്ഥാപനങ്ങളുടെയും മുന്നിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിനായി വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുന്ന നടപടികൾ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉടൻ ഉണ്ടാകുമെന്ന് ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. ഇങ്ങനെ നമ്മൾ ഈ ബോധവൽക്കരണവും കാര്യങ്ങളും എല്ലാം നടത്തി വേസ്റ്റിനെ മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം. ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടൊരു കാര്യമാണ് ഈ കച്ചവട സ്ഥാപനങ്ങളുടെ മുന്നിൽ ഒരു വേസ്റ്റ് ബിൻ സ്ഥാപിക്കുക. അങ്ങനെ വരുമ്പോൾ ആ കടയുടെ മുന്നിൽ നിന്ന് വാങ്ങുന്ന മിഠായി കടലാസായാലും മറ്റ് ആവശ്യം ഉപേക്ഷിക്കേണ്ട കടലാസുകളായാലും അവിടെ ആ വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം നമുക്ക് അവിടെ കടകളിൽ ആലോചിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയങ്ങളിലും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും ഇതേ സംവിധാനങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പരിപാടിയിൽ നഗരസഭാ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണകുമാർ അധ്യക്ഷനായി. PHI ശ്രീവിലാസ് സ്വാഗതം ആശംസിച്ചു. ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ CI രവികുമാർ പരിപാടിക്ക് ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. നഗരസഭാ സെക്രട്ടറി PS രാജേഷ് പരിപാടിക്ക് നന്ദി പറഞ്ഞു. RP ഗോപാലകൃഷ്ണൻ യോഗത്തിന്റെ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു. ശുചിത്വ മിഷൻ YP രേഷ്മ വിവിധ പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു. തുടർന്ന് ശുചിത്വ പ്രതിജ്ഞയും എടുത്തു. വാർഡ് കൗൺസിലർമാർ, നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ആശാ പ്രതിനിധികൾ, കുടുംബശ്രീ പ്രതിനിധികൾ, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വച്ഛതാ ഹി സേവ പദ്ധതിയുടെ ഭാഗമായി വരും ദിവസങ്ങളിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങളാണ് ഷൊർണൂർ നഗരസഭാ പരിധിയിൽ നടക്കുക. സെപ്റ്റംബർ 28-ന് SMP ജംഗ്ഷൻ ശ്മശാനത്തിന് സമീപം ശുചീകരണ പ്രവർത്തനങ്ങളും കൂടാതെ സെപ്റ്റംബർ 30-ന് നഗരസഭ MCFൽ വെച്ച് സ്കൂൾ തലത്തിൽ നടക്കുന്ന ക്വിസ് മത്സര വിജയികൾക്ക് വർക്ക്ഷോപ്പും സംഘടിപ്പിക്കും. ഒക്ടോബർ 1-ന് കുലഞ്ചേരിക്കുളം വൃത്തിയാക്കൽ, സൗന്ദര്യവൽക്കരണം, ഒക്ടോബർ 2-ന് ബഹുജന റാലി, ഭാരതപ്പുഴ ശുചീകരണം, നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. അന്നേ ദിവസം തന്നെ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ പ്രവർത്തനാരംഭമായി നഗര സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതായി നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളിൽ ജനപ്രതിനിധികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ, ആശാപ്രവർത്തകർ, യുവജന സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവരുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് യോഗത്തിൽ നഗരസഭാ ചെയർമാൻ അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ജന്തുക്കളിലെ രോഗപ്രതിരോധത്തിനായുള്ള ബ്രൂസലോസ് കുത്തിവയ്പ്പിന് ജില്ലയിൽ തുടക്കമായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായാണ് ജന്തുരോഗ നിവാരണത്തിനായുള്ള ബ്രൂസലോസ് കുത്തിവയ്പ് നടത്തുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായാണ് ജന്തുരോഗ നിവാരണത്തിനായുള്ള ബ്രൂസെല്ലോസ് കുത്തിവയ്പ് നടത്തുന്നത്. കുത്തിവയ്പ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം അകത്തേത്തറ ക്ഷീരോത്പാദക സഹകരണ സംഘ ഹാളിൽ നടന്നു. PPE കിറ്റ് ധരിച്ച് സുരക്ഷാ മുൻകരുതലോടെയാണ് കുത്തിവയ്പ് നടത്തുന്നത്. 4 മുതൽ 8 വയസ്സ് വരെയുള്ള പശു, എരുമ, പട്ടിക്കുട്ടികൾക്കുമാണ് കുത്തിവയ്പ് നടത്തുന്നത്. കുത്തിവയ്പ്പിലൂടെ രോഗപ്രതിരോധ ശേഷി ആർജിക്കുന്നതും മരണനിരക്ക് കുറയുന്നതും ക്ഷീരകർഷകർക്ക് ആശ്വാസമാണെന്ന് കോർഡിനേറ്റർ ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു. ദേശീയ സർക്കാരും സംസ്ഥാന സർക്കാരും സംയോജിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ 4 മാസം മുതൽ 8 മാസം പ്രായമുള്ള പശുക്കുട്ടികളും എരുമക്കുട്ടികളുമാണ് ഞങ്ങൾ പ്രതിരോധ കുത്തിവയ്പ്പിനെ ഉൾപ്പെടുത്തേണ്ടത്. ഈ ക്യാമ്പയിൻ വന്നിട്ട് 24 മുതൽ 28 വരെ തുടങ്ങിയിട്ടുള്ളതാണ്. 5 ദിവസങ്ങളായിട്ട് നടപ്പിലാക്കുന്നതാണ്. പാലക്കാട് ജില്ലയിൽ അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇന്ന് നിർവഹിച്ചിരിക്കുന്നത്. 5500ഓളം കണ്ണുകുട്ടികളും എരുമക്കുട്ടികളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പ് ചെയ്യാൻ പോകുന്നത്.
എപ്പിഡമിയോളജിസ്റ്റ് ഡോക്ടർ ശരണ്യ, വെറ്റിനറി സർജൻ ഡോക്ടർ അശ്വതി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളത്തിന്റെ വികസന കുതിപ്പിനെ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമാണ് കേന്ദ്ര സർക്കാർ തുടർന്നുകൊണ്ടിരിക്കുന്ന അവഗണനയെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ്. റെയിൽവേ അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യമാകെ അലയടിക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി ഈ രാജ്യത്തിന്റെ പൊതുസമ്പത്ത് കൊള്ളയടിക്കുന്ന റെയിൽവേ എന്ന സംവിധാനത്തെ തന്നെ കോർപ്പറേറ്റുകൾക്ക് കീറെഴുതുന്നതിന് വേണ്ടി കേരളത്തിന്റെ പുരോഗമന മതനിരപേക്ഷ നിലപാടുകളെ തകർക്കുന്ന നിലപാടാണ് കഴിഞ്ഞ 9 വർഷമായി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം അനുമതിയും സാമ്പത്തിക വിഹിതവും നൽകാത്തതുകൊണ്ട് മാത്രം നിരവധി വികസന പദ്ധതികളാണ് നിലച്ചുപോയത്. എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്താണ് രാജ്യത്തിനു തന്നെ മാതൃകയാവുന്ന തരത്തിൽ കേരളം വികസിക്കുന്നത്. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളോടില്ലാത്ത ചിറ്റമ്മ നയം കേരളത്തോട് കാണിക്കുന്ന കേന്ദ്ര സർക്കാർ വയനാട് ദുരന്തത്തോടു പോലും മനുഷ്യത്വരഹിതമായാണ് പെരുമാറിയതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വസീഫ് പറഞ്ഞു. റെയിൽവേയുടെ ഭൂമി നമ്മൾ കണ്ടു. ഈ സ്വകാര്യ വ്യക്തികൾക്ക് പതിച്ചു കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുക. റെയിൽവേയും ഘട്ടം ഘട്ടമായി സ്വകാര്യവൽക്കരിക്കാൻ തന്നെയാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റെയിൽവേ അപ്പാടും മോശമാക്കി ഇത് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു സംവിധാനമല്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ജനങ്ങൾ തന്നെ പറയണം ഇത് സ്വകാര്യവൽക്കരിച്ചാലേ മെച്ചപ്പെടൂ എന്ന്. അങ്ങനെ പറയിപ്പിക്കാനുള്ള ശ്രമം ഇവിടെ നടത്തുന്നത്. ലോക്കോ പൈലറ്റുമാർ മാസങ്ങളോളം സമരത്തിലായിരുന്നു ഇവിടെ. പരിപാടിയിൽ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ അധ്യക്ഷനായി. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഷിബി കൃഷ്ണൻ, PV രതീഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ MA ജിതിൻ രാജ്, R ഷനോജ്, S കിഷോർ, K ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നാട്ടീണങ്ങളും നാട്ടറിവും പകർന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിശ്വഭാഷാ സാഹിത്യോത്സവം. 2ാം ദിനത്തിൽ പാട്ടും വരയും വായനയുമായി വിവിധ സെക്ഷനുകൾ സമ്പന്നമായി. പഴയകാല പാട്ടുകളും പാട്ടോളങ്ങളുമായി സാഹിത്യോത്സവം ധന്യമാക്കി. എഴുതിയാൽ തീരാത്ത വരികളും പാടിയാൽ തീരാത്ത പാട്ടുകളും എന്ന വിഷയത്തിൽ അൻവർ അലിയും രശ്മി സതീഷും, എഴുത്തിന്റെ സഞ്ചാരപഥം എന്ന വിഷയത്തിൽ R പ്രസാദ്, TD രാമകൃഷ്ണൻ, കൽപ്പറ്റ നാരായണൻ, മാറുന്ന കാലത്തെ മലയാള സിനിമ എന്ന വിഷയത്തിൽ ഷാരിഫ് മുഹമ്മദ്, M പത്മകുമാർ, ജാഫർ G ചാക്കോ, ആനമല മുതൽ അറബിക്കടൽ വരെ ഭാരതപ്പുഴയുടെ സഞ്ചാരം എന്ന വിഷയത്തിൽ രാജൻ ചങ്കുത്ത്, K ശരവണകുമാർ തുടങ്ങിയവർ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു. അത് ഒളിച്ചു കടത്താൻ പറ്റും. എംബ്രാനൊക്കെ കക്ക് പൂജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയെ കുറിച്ച് തന്നെയാണ്. അതിലപ്പുറത്തേക്ക് ആരാണ്? അതിലപ്പുറം ആരാണ്? അപ്പോ ഏറ്റവും മുകളിലിരിക്കുന്ന അധികാര ബിംബത്തെ വിമർശിക്കാൻ അതുപോലെ നിയമസഭ മഹാശ്ചര്യം എനിക്ക് കിട്ടുന്ന പണം എന്ന് പറയുന്നത് സാംസ്കാരിക അധപതനത്തെ കുറിച്ച് തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സമഗ്ര ശിക്ഷ കേരളവും യൂണിസെഫും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലൈഫ് 24 ജീവിത നൈപുണ്യ ത്രിദിന ശില്പശാലയ്ക്ക് ഒറ്റപ്പാലത്ത് തുടക്കമായി. ഒറ്റപ്പാലം BRCയിൽ നടന്ന ശില്പശാല നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും തിരഞ്ഞെടുക്കേണ്ട 3 കാര്യങ്ങളാണ് ഇവിടെ 3 ദിവസമായിട്ട് ട്രെയിനിങ് തരുന്നത്. ഇവിടെ വന്ന കുട്ടികൾ അതിലെല്ലാവരും അത് പഠിച്ച് മികച്ചതായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും. അത് വളരെ സന്തോഷം കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന നല്ല കരിയറായിട്ടാണ് വരാൻ കഴിയും. നമുക്ക് അത്യാവശ്യമായിട്ടുള്ള 3 കാര്യങ്ങൾ, നല്ല അത്യാവശ്യവും എടുത്ത 3 കാര്യങ്ങളും 3 പഠനങ്ങളും ഏറ്റവും നല്ല സെലക്ഷനാണ്. ആ സെലക്ട് ചെയ്ത ആ വിഷയത്തിന് വളരെയധികം അഭിനന്ദിക്കുന്നു. ഒറ്റപ്പാലം BRCക്ക് കീഴിലെ വിവിധ ഹൈസ്കൂളുകളിൽ നിന്നുള്ള 9ാം ക്ലാസ് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പരിശീലന പരിപാടി. കൃഷി, പാചകം, പ്ലംബിംഗ് തുടങ്ങിയ 3 മേഖലകളിൽ ആഴത്തിലുള്ള അറിവും പ്രായോഗിക പരിശീലനവും നൽകുക എന്നതാണ് ശില്പശാലയുടെ ലക്ഷ്യം. ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെ ശില്പശാല സമാപിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ഒറ്റപ്പാലം BPC K പ്രഭാകരൻ അധ്യക്ഷനായി. BRC ട്രെയിനർമാരായ PM വെങ്കടേശ്വരൻ, M ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. പരിശീലനം ലഭിച്ച അധ്യാപകരായ P മിനിമോൾ, S ശ്രീജ, PR സുമ തുടങ്ങിയവർ വിവിധ സെക്ഷനുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മുള്ളൂർക്കര റെയിൽവേ ഗേറ്റിൽ നിയന്ത്രണം വിട്ട ടോറസ് ലോറി ഇടിച്ച് അപകടം, ഗതാഗതം തടസ്സപ്പെട്ടു. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെ തൃശൂരിൽ നിന്നും വരവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടോറസ് ലോറിയാണ് നിയന്ത്രണം വിട്ട് റെയിൽവേ ഗേറ്റിൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഗേറ്റ് തകരാറിലായതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു.
BNI പട്ടാമ്പിയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. വരുന്ന 6 മാസം കൊണ്ട് 50 മെമ്പർമാരും 50 കോടിയുടെ ബിസിനസ്സുമാണ് ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. റഫറൽ സംവിധാനത്തിലൂടെ തങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മികച്ച പ്ലാറ്റ്ഫോമാണ് ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ. പുതിയ പ്രസിഡന്റായി KC ശ്രീരാജ്, വൈസ് പ്രസിഡന്റായി സോലിഹ് ബിൻ ഹൈദ്രോസ്, സെക്രട്ടറിയായി P ഉണ്ണികൃഷ്ണൻ എന്നിവർ സ്ഥാനമേറ്റു. സീനിയർ സപ്പോർട്ട് ഡയറക്ടർ സത്യപ്രകാശ്, പ്രസിഡന്റ് ശ്രീരാജ്, വൈസ് പ്രസിഡന്റ് സോലിഹ് ബിൻ ഹൈദ്രോസ്, P ഉണ്ണികൃഷ്ണൻ, AP ലീന പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം, വ്യാപാര, വ്യവസായ, വിതരണ, വിപണന മേഖലകളിൽ ഇന്നത്തെ സംരംഭകർ നേരിടുന്ന വെല്ലുവിളികൾ, അനാവശ്യമായ മത്സരങ്ങൾ, അതുപോലെ തന്നെ വലിയ കമ്പനികൾ വന്നിട്ടുള്ള ചെറിയ സംരംഭകരെ ഒഴുകുന്ന രീതിയിൽ അവരുടെ ബിസിനസ്സിനെ മൊത്തം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള വലിയ കമ്പനികളുടെ കൂട്ടായ്മ, ഇതിനൊക്കെതിരെ പ്രതികരിക്കാനും അല്ലെങ്കിൽ ഇതിനൊക്കെതിരെ ഒരു മത്സരമില്ലാതെ തമ്മിലൊരു സൗഹൃദാന്തരീക്ഷം വ്യാപാരികൾ തമ്മിൽ സൃഷ്ടിച്ചുകൊണ്ട് സംരംഭകർക്ക് മികച്ച രീതിയിൽ ബിസിനസ് നടത്തുന്നതിനും അതുപോലെ തന്നെ ബിസിനസ് അവരുടെ ഉന്നമനങ്ങളിൽ എത്തിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് BNI ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ. മെമ്പർമാരായ അലി അക്ബർ പറമ്പിൽ, K സദാനന്ദൻ, K രതീഷ്, ദിനേശ് കരിമ്പനക്കൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരള കുംഭാര സമുദായ സഭാ സംസ്ഥാന കമ്മിറ്റിയുടെയും ഖാദി വില്ലേജ് ഇൻഡസ്ട്രിയൽ കമ്മീഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മൺപാത്ര നിർമ്മാണവും വിപണനവും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. സെമിനാർ KVIC സംസ്ഥാന ഡയറക്ടർ CJ ആണ്ടവർ ഉദ്ഘാടനം ചെയ്തു. ഈ വില്ലേജിൽ ചില ആൾക്കാർക്ക് അറിയില്ല, ഈ പ്രോഗ്രാം ഉണ്ട് എന്ന് ആർക്കും അറിയില്ല. കുറച്ച് ആൾക്കാർക്ക് അറിയില്ല. ഇത് ഈ ആൾക്കാരുണ്ടെങ്കിൽ ഇവർക്കെല്ലാം അറിയും. ഇവരെല്ലാം നിങ്ങൾക്കെല്ലാം ചൊല്ലണം, இந்த மாதிரி ஸ்கீம் உண்டு எல்லாம். நீங்களும் நீ வில்லேஜில் போய் நீ ஆൾക്കാർക്ക് പറയണം என்னென்ன ഈ സ്കീം ഉണ്ട്, നമ്മളെ ഇതെല്ലാം എടുത്ത് ഡെവലപ്പ് ചെയ്യണം, நம்ம ஃபேமிலியெல்லாம் முன்னுக்கு எடுத்துடணும். ഈ തൊഴിൽ ന്യൂ ജനറേഷനിൽ പോയിடும். അത് ഈ തൊഴിൽ ഡെവലപ്പ് ആണ്. ഫർദർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ന്യൂ ജനറേഷനിൽ വന്ന 2 ആൾക്കാർക്ക് ഹെൽപ്പ് കൊടുക്കും. അപ്പം നിങ്ങളെല്ലാം ഈ സ്കീമോ ഈ പോറ്റി തൊഴിൽ മുന്നോട്ട് പോകും. ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന ശില്പശാലയിൽ കേരള കുംഭാര സമുദായ സഭ സംസ്ഥാന പ്രസിഡന്റ് വിജയൻ പാടുകാട് അധ്യക്ഷനായി. മൺപാത്ര നിർമ്മാണത്തിൽ ഖാദിയുടെ പങ്കെന്ന വിഷയത്തിൽ കൗൺസിലർ K പ്രസാദ് പ്രഭാഷണം നടത്തി. കുംഭാര സമുദായ സംസ്ഥാന രക്ഷാധികാരി ഗോപാലൻ നിലമ്പൂർ, KVIC എക്സിക്യൂട്ടീവ് അംഗം ജയകുമാർ, കുഞ്ഞിക്കുട്ടൻ, കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പത്തിരിപ്പാല മൗണ്ട് സീന ജുമാ മസ്ജിദിൽ സൗഹൃദ ജുമുഅ ഒരുക്കി മാനേജ്മെന്റ്. വെളിച്ചമാണ് തിരുദൂതർ എന്ന വിഷയത്തിലാണ് സൗഹൃദ ജുമുഅ സംഘടിപ്പിച്ചത്. പ്രവാചകനെക്കുറിച്ചും പ്രവാചകന്റെ ജീവിത രീതിയെക്കുറിച്ചും അറിയാനുമാണ് ഇത്തരമൊരു സൗഹൃദ ജുമുഅ സംഘടിപ്പിച്ചത്. പ്രവാചകനെക്കുറിച്ച് ഖത്തീബ് നൌഷാദ് മുഹ്യുദ്ദീൻ പ്രഭാഷണം നടത്തി. 500ഓളം വരുന്ന ഇതര മതത്തിലുള്ളവർക്ക് പള്ളിക്കകത്ത് തന്നെ ജുമുഅയും പ്രഭാഷണവും വീക്ഷിക്കാൻ സ്ഥലമൊരുക്കി. വനിതകൾക്ക് മുകളിലും പുരുഷന്മാർക്ക് താഴെയുമായിരുന്നു വേദിയൊരുക്കിയത്. മൗണ്ട് സീന സ്ഥാപനത്തിലെ ഇതര മതത്തിൽപ്പെട്ട അധ്യാപകർ, ജീവനക്കാർ, വിദ്യാർത്ഥികളും പള്ളിക്കകത്തിരുന്ന് ജുമുഅ വീക്ഷിച്ചു. ജുമുഅ ദിവസം പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതര മതസ്ഥരായ സഹോദര സഹോദരിമാർക്ക് കൂടി അറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗഹൃദ ജുമുഅ സംഘടിപ്പിച്ചതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ സഹോദര സമുദായത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഇന്ന് ജുമുഅ വീക്ഷിക്കാനുള്ള ഒരു അന്തരീക്ഷം നമ്മളുടെ പള്ളിയിൽ ഒരുക്കിയിരിക്കുകയാണ് നമ്മൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതികളെക്കുറിച്ച് എല്ലാവിധ സംശയങ്ങളും ദൂരീകരിക്കുവാൻ സാധ്യമാവും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പരിപാടിയുമായി മൗണ്ട് സീന മുന്നോട്ട് പോകുന്നത്. നബിയെക്കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനുമായി കഴിഞ്ഞെന്ന് ജുമുഅയിൽ പങ്കെടുത്തവർ പറഞ്ഞു. നമുക്ക് നമ്മുടെ കാര്യങ്ങളായാലും നമ്മുടെ കാര്യം തികച്ചറില്ല. നമ്മുടെ ഞാൻ ജനിച്ചത് ഹിന്ദു കുലത്തിലായിരിക്കും, ഞാനൊരു പ്രത്യേക മതത്തിലൊന്നും പ്രത്യേക വിശ്വാസമൊന്നും ഉള്ളതല്ല വ്യക്തിപരമായിട്ട്. പക്ഷേ എല്ലാറ്റിലുമുള്ള ധാർമ്മിക മൂല്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആചാരാനുഷ്ഠാനങ്ങളിലെ വ്യത്യാസമുള്ളൂ. ധാർമ്മികത പോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാറ്റിലും ഒന്ന് തന്നെയാണെന്നുള്ള തിരിച്ചറിവ് വളരെ നല്ലൊരു തിരിച്ചറിവ് തന്നെയാണ്. സൗഹൃദ ജുമുഅയ്ക്ക് പങ്കെടുത്തവരെ മൗണ്ട് സീന ലൈഫ് സ്കിൽ ഡയറക്ടർ അബ്ദുൽ അസീസ് കള്ളിയത്ത് അഭിനന്ദിച്ചു. മൗണ്ട് സീന മാനേജർ അബ്ദുൽ സലാം, ഷംസുദ്ദീൻ പത്രിപ്പാല, സെക്രട്ടറി KP അബ്ദുൾ റഹ്മാൻ, CEO KK മുഹമ്മദ് ബഷീർ, വൈസ് ചെയർമാൻ ഉസ്മാൻ, പ്രിൻസിപ്പൽമാരായ വിനോദ്, ജുമാന ഹസീൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. അൻസാർ നഗർ മർക്കസിന്റെയും SYS സാന്ത്വനത്തിന്റെയും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 29 ഞായറാഴ്ച തെക്കുമല അൻസാർ നഗർ മർക്കസിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
തെക്കുമല അൻസാർ നഗറിൽ നടക്കുന്ന സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ പ്രശസ്തമായ അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമാണ്. തെരഞ്ഞെടുക്കപ്പെടുന്ന രോഗികൾക്ക് AOL വെച്ചുള്ള ശസ്ത്രക്രിയയും യാത്രാ ചെലവ്, താമസം, ഭക്ഷണം തുടങ്ങിയവയും തികച്ചും സൗജന്യമായിരിക്കും. കണ്ണു പരിശോധിച്ച് ഡോക്ടർമാർ കണ്ണടകൾ നിർദ്ദേശിക്കുന്നവർക്ക് മിതമായ നിരക്കിൽ കണ്ണടകളും നൽകും. ഇതിനായി അഡ്വാൻസ് തുക നൽകി ബുക്ക് ചെയ്യാവുന്നതാണ്. മറ്റ് നേത്രരോഗങ്ങളുള്ളവർക്ക് ക്യാമ്പ് മുഖേന തുടർ ചികിത്സ ലഭ്യമാക്കുന്നതുമാണ്. ക്യാമ്പിലൂടെ അതിനൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യ അനുസരിച്ചുള്ള വേദനരഹിതമായ ശസ്ത്രക്രിയകൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ലഭ്യമാണ്. ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ സമ്മതപത്രം കൊണ്ടുവരേണ്ടതാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ മർക്കസ് ഭാരവാഹികളായ അബ്ദുൾ റഷീദ് സഖാഫി, സുലൈമാൻ സഖാഫി, അബൂബക്കർ സഖാഫി, സയ്യിദ് മുൾഷിദ് തങ്ങൾ അൽബുഗായി, കെ ഇസ്മായിൽ കുഞ്ഞു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരളശ്ശേരി ഹൈസ്കൂളിൽ 2023-24 വർഷത്തിൽ രാജ്യ പുരസ്കാർ കരസ്ഥമാക്കിയ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിനെ അനുമോദിച്ചു. അനുമോദന യോഗം പാലക്കാട് DEOയും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ജില്ലാ ചീഫ് കമ്മീഷണറുമായ ഉഷ മനാട്ട് KS ഉദ്ഘാടനം ചെയ്തു. എല്ലാ സ്കൂളുകളിലും ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എല്ലാ വർഷവും അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നുള്ള നിർദ്ദേശം, ആഹ്വാനം ഒക്കെ അക്കാദമിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ സംസ്ഥാന തലത്തിലും വിദ്യാഭ്യാസ ജില്ലാ തലത്തിലും ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ചില സ്കൂളുകൾ മാത്രമാണ് അത്തരം പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് വരുന്നത്. അതിനാൽ തന്നെ കേരളശ്ശേരി സ്കൂൾ ഇപ്പോൾ നടക്കുന്ന ഈ രാജ്യ പുരസ്കാർ അവാർഡ് നേടിയ കുട്ടികളെ അനുമോദിക്കുന്ന ഈ ചടങ്ങിന് വലിയ പ്രസക്തിയുണ്ട്. കാരണം 1-2 ദിവസം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന നേട്ടങ്ങളല്ല ഇതൊന്നും. പരിപാടിയിൽ PTA വൈസ് പ്രസിഡന്റ് P രാജീവ് അധ്യക്ഷനായി. പറളി സബ് ജില്ലാ BPO A മജിദ് മുഖ്യാതിഥിയായി. മാനേജർ ഇൻചാർജ് KP ജയദേവൻ, പ്രിൻസിപ്പൽ NS സിനു, പ്രധാന അധ്യാപിക P രാധിക, ഇസ്ര ഫാത്തിമ, PS അശ്വതി, രാജേഷ്, ശ്രാവൺ, ശബരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഗൈഡ്സ് ക്യാപ്റ്റനായിരുന്ന M പാർവതിക്കുട്ടി ടീച്ചർ, ശ്യാംപ്രകാശ്, മാളവിക സന്തോഷ് തുടങ്ങിയവരെയും ചടങ്ങിൽ ആദരിച്ചു. ഗൈഡ്സ് ക്യാപ്റ്റൻ KK തുളസിദേവി സ്വാഗതവും സ്കൗട്ട്സ് മാസ്റ്റർ VM നൌഷാദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോങ്ങാട് ഹിൽലാൻഡ് പാർക്കിൽ സുഹൃത്ത് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. നാരങ്ങ മിഠായി എന്ന പേരിൽ സംഘടിപ്പിച്ച സുഹൃത്ത് സംഗമത്തിൽ 100ഓളം സുഹൃത്തുക്കൾ കുടുംബസമേതം പങ്കെടുത്തു. ഫസുലു കോങ്ങാട്, CN ശിവദാസൻ, റഹ്മാൻ കോങ്ങാട്, ബാലകൃഷ്ണൻ, സമന്വയ SP ജയദേവൻ, സുന്ദരൻ കോങ്ങാട്, സുലൈമാൻ ഹാജി, KR ഹരിദാസ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് വിവിധ കലാപരിപാടികളും ഓണസദ്യയുമുണ്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ വൻ ATM കവർച്ച. 3 ATM സെന്ററുകളിൽ നിന്നായി 65 ലക്ഷം രൂപ കവർന്നു. കവർച്ചാ സംഘത്തെ പോലീസ് പിടികൂടിയത് തമിഴ്നാട് നാമക്കലിൽ കണ്ടെയ്നറിൽ രക്ഷപ്പെടുന്നതിനിടെ. തമിഴ്നാട് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കവർച്ചാ സംഘത്തിലെ ഒരാൾ കൊല്ലപ്പെട്ടു. മോഷണം നടന്നത് വെള്ളിയാഴ്ച പുലർച്ചെ മാപ്രാണം, ഷൊർണൂർ റോഡ്, കോലഴി എന്നിവിടങ്ങളിലെ ATMകളിൽ നിന്ന്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടും പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാക്കി ബ്ലോക്ക് കോൺഗ്രസ്. പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പാലക്കാട് നഗരസഭയിലേക്ക് വാഴപ്പിണ്ടിയുമായി സമരം. നഗരസഭ അമാന്തം തുടർന്നാൽ ബസ് സ്റ്റാൻഡ് തുറന്നുകൊടുക്കാൻ കോൺഗ്രസ് നിർബന്ധിതമാകുമെന്ന് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. കോട്ടായി മേഖലയിൽ നെല്ല് സംഭരണത്തിൽ അനിശ്ചിതത്വം, പ്രതിസന്ധിയിലായി കർഷകർ. 2ാം വിള കൊയ്ത്തു തുടങ്ങി മാസങ്ങൾ പിന്നിട്ടിട്ടും സംഭരണ തുക കിട്ടാതെ വലഞ്ഞ കർഷകർ. വിള നശിച്ച കർഷകർക്ക് പരിരക്ഷാ തുക നൽകാൻ സർക്കാർ താൽപര്യം കാണിക്കുന്നില്ലെന്ന് കർഷകർ. തൃശൂർ കയ്പമംഗലത്ത് ഇറിഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ പിടികൂടിയ 9 പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതികൾ പിടിയിലായത് CCTV ദൃശ്യങ്ങളും മൊബൈൽ ലൊക്കേഷനുകളും കേന്ദ്രീകരിച്ച് പഴുതടച്ച് നടത്തിയ പോലീസ് അന്വേഷണത്തിൽ. കോയമ്പത്തൂർ സ്വദേശിയായ അരുണിന്റെ മൃതദേഹം കൊല്ലപ്പെട്ട നിലയിൽ ആംബുലൻസിൽ നിന്നും കണ്ടെത്തിയത് ഈ മാസം 23-ന്. പാലക്കാട് കല്ലേക്കാടുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുണ്ടായിരുന്ന യുവാവ് മരിച്ചു. കല്ലേക്കാട് സ്വദേശി 23 വയസ്സുള്ള അൽ റാഷിദാണ് മരിച്ചത്. ഗുരുവായൂർ കുന്നംകുളം റോഡ് കോട്ടപ്പടിയിൽ ബൈക്കിടിച്ച് കാൽനടയാത്രക്കാരിക്ക് പരിക്ക്. ഗുരുവായൂർ ഇരിങ്ങപ്പുറം നെല്ലിക്കുന്നത്ത് വീട്ടിൽ 28 വയസ്സുള്ള കൃഷ്ണേന്ദുവിനാണ് പരിക്കേറ്റത്. തൃശൂർ വടക്കാഞ്ചേരിയിൽ ടോറസ് ലോറി നിയന്ത്രണം വിട്ട് വൈദ്യുത തൂണിലിടിച്ച് മറിഞ്ഞു. വൈദ്യുതി തൂൺ തകർന്ന് മേഖലയിലെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. മുള്ളൂർക്കര റെയിൽവേ ഗേറ്റിൽ നിയന്ത്രണം വിട്ട ടോറസ് ലോറി ഇടിച്ച് അപകടം. ഗതാഗതം തടസ്സപ്പെട്ടു. മാലിന്യനിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ കേരളം ഇപ്പോഴും പിറകിലാണെന്ന് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ്. നാടിന്റെയും സംസ്കാരത്തിന്റെയും രക്തധമനിയായി പുഴയെ കാണാനുള്ള തിരിച്ചറിവ് ഉണ്ടാകണം. പുഴയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ എത്രമാത്രം മുന്നോട്ടു പോകാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഓരോരുത്തരും ചിന്തിക്കണമെന്നും റഫീഖ് അഹമ്മദ്.
പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ സ്വച്ഛതാ ഹി സേവാ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി മനുഷ്യച്ചങ്ങലയും ബോധവൽക്കരണ പരിപാടിയും. നഗരസഭയുടെ ശുചീകരണ യജ്ഞ പരിപാടി തുടരുന്നു. സ്വച്ഛതാ ഹി സേവാ പദ്ധതിയുടെ ഭാഗമായി വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സജ്ജമായി ഷൊർണൂർ നഗരസഭ. നഗരസഭാ പരിധിയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ശനിയാഴ്ച തുടക്കമാകും. പൊതുശ്മശാനം വേണമെന്ന പട്ടാമ്പിക്കാരുടെ ചിരകാല അഭിലാഷം യാഥാർത്ഥ്യമാകുന്നു. നിലവിലെ പൊതുശ്മശാനത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ ജില്ലാ കളക്ടറുടെ അനുമതി ലഭിച്ചതായി നഗരസഭാ അധികൃതർ. നവീകരണം പൂർത്തിയാക്കുന്നത് നഗരസഭാ ഫണ്ട്, MP, MLA ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി. ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് നമ്പ്രം പ്രദേശത്തെ പൊതുശ്മശാനം പ്രവർത്തനമാകാതെ കിടന്നത് വർഷങ്ങളോളം. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രത്തിനായുള്ള കാത്തിരിപ്പ് നീളുന്നു. ഡയാലിസിസ് കേന്ദ്രം ഉടൻ ആരംഭിക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനം വാഗ്ദാനം മാത്രമായി. ഡയാലിസിസ് കേന്ദ്രം വൈകുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് പട്ടാമ്പി നഗരസഭ ഭരണസമിതി. കേരളത്തിന്റെ പുരോഗമന മതനിരപേക്ഷ നിലപാടുകളെ തകർക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കെ റെയിലിന് തുരങ്കം വയ്ക്കാനായി ആരംഭിച്ച വന്ദേ ഭാരതിന്റെ അവസ്ഥ എന്തായെന്ന് ഇടതുവിരുദ്ധർ പറയണമെന്നും വി വസീഫ്. റെയിൽവേ അവഗണന ആരോപിച്ച് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.